നിങ്ങളാരെങ്കിലും ഹജ്ജിന് പോകുന്നുണ്ടോ ഈ വർഷം? നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ? അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിലെത്തി ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹു നമ്മളെ എത്രയും പെട്ടെന്ന് അവിടത്തേക്ക് എത്തിച്ചു തരട്ടെ. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, ഉംറ നിർവഹിക്കുക. നമ്മൾ ലോകത്തിൻ്റെ നേതാവ്, നമ്മളൊക്കെ ജനിക്കാൻ കാരണക്കാരനായ നേതാവ്, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ് അവിടത്തേക്കൊന്ന് എത്തിക്കഴിഞ്ഞാൽ അവിടത്തെ ഒരു സ്വപ്നം കണ്ടാൽ തന്നെ ആ ശരീരം അല്ലാഹു തആല നരകത്തിൽ ഇടില്ല എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് മുത്തുനബിയെ ധാരാളം തവണ കാണാൻ തൗഫീക്ക് നൽകട്ടെ. അതിനുള്ള പാകപ്പെട്ട കൽബാക്കി അല്ലാഹു നമ്മളെ കൽബിനെ മാറ്റിത്തരട്ടെ. എൻ്റെ വിശ്വാസികളെ, ആ പരിശുദ്ധമായ ഉംറക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ, നമ്മൾ മദീന സിയാറത്തിന് പോകുമ്പോൾ മുത്തുനബി ഓർമ്മപ്പെടുത്തി, മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തി, ആരെങ്കിലും എൻ്റെ വഫാത്തിന് ശേഷം എന്നെ സന്ദർശിച്ചാൽ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചവനെ പോലെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ആ സ്ഥലത്തേക്ക് എത്താൻ നമ്മുടെ ഹൃദയം എപ്പോഴും ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹമുള്ള കൽബായി നമ്മളെ കൽബിനെ അല്ലാഹു തആല മാറ്റിത്തരട്ടെ. അതാണ് എൻ്റെ വിശ്വാസികളെ, നമ്മുടെ നാടുകളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹാജിമാർ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു. അല്ലാഹു അവിടെ ഹജ്ജൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു പ്രയാസം ഒന്നുമില്ലാതെ എല്ലാ കർമ്മങ്ങളും റബ്ബ് സ്വീകരിക്കുന്ന രൂപത്തിൽ അവരിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നമുക്കും ആ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കണം, ആഗ്രഹിക്കണം. അല്ലാഹു നമ്മളെ എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വർഷമെങ്കിലും പോകാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സമ്പത്തിനെ എടുത്തു വെക്കുകയും ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.